ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ സ്നേഹവന്ദനം. ധന്യനായിരിക്കുന്ന പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 15-ാം അധ്യായത്തിൻ്റെ 57-ാമത്തെ വാക്യം നമുക്ക് സുപരിതമായിരിക്കുന്നൊരു വാക്യമാണ്. 15-57. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തിരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഒരു ജയത്തിൻ്റെ പ്രഖ്യാപനമാണ്. അതെൻ്റെ ഗുണം കൊണ്ടല്ല, എൻ്റെ കഴിവ് കൊണ്ടല്ല. അതിന് മുഖാന്തരം കർത്താവായ യേശുക്രിസ്തുവാണ്. അത് അനുഭവിച്ചുകൊണ്ട് പൗലോസ്ലീഹ പറയാണ്, കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. പൗലോസ്ലീഹയുടെ ജീവിതം, ഇറ്റ് വാസ് എ ട്രയംഫന്റ് ലൈഫ്. ഒരു ജയാളിയായിട്ടാണ് പൗലോസ്ലീഹ ജീവിത ഓട്ടം തികച്ച് കിരീടം പ്രാപിക്കാൻ കടന്നുപോയത്. എന്തായിരുന്നു ആ ജയത്തിൻ്റെ അടിസ്ഥാനം? പൗലോസ്ലീഹ പറയുന്നുണ്ട്, ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാകുന്നു. കർത്താവായ യേശുക്രിസ്തു കഴിഞ്ഞാൽ പിന്നെ ഇപ്രകാരം പറഞ്ഞ ഒരു വ്യക്തിയില്ല. എന്തെന്നാണ് പറഞ്ഞത്? ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരി ആയിരിക്കുന്ന പോലെ നിങ്ങളും എൻ്റെ അനുകാരികളാകുവീൻ. ആർക്ക് പറയാൻ സാധിക്കും അത്? എൻ്റെ അനുകാരികളാകുവീൻ. അത് പറയണമെങ്കിൽ ഒരനുഭവം ഉണ്ടായിരിക്കണം. ഇനി ജീവിക്കുന്ന ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. അങ്ങനെ വ്യക്തിക്ക് മാത്രമേ ജയം അവകാശപ്പെടാൻ സാധ്യമാകുകയുള്ളൂ. മനുഷ്യൻ പരാജയപ്പെടുന്നവനാണ്. എന്നാൽ റോമർക്കെഴുതിയ ലേഖനം 7-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ വേദനയുടെയും നിരാശയുടെയും പരാജയത്തിൻ്റെയും ഏങ്ങലടി കേൾക്കാം നമുക്ക്. അയ്യോ, ഞാൻ അനിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആരും വിടുവിക്കും? ഞാൻ ബന്ധനത്തിലാണ്, ഞാൻ പരാജയപ്പെട്ട് കിടക്കുകയാണ്. ഞാൻ ആഗ്രഹിക്കുന്ന നന്മയല്ല, വെറുക്കുന്ന തിന്മയത്രേ ചെയ്യുന്നത്. അയ്യോ എന്ന് കരഞ്ഞ ആ നിരാശയുടെ ശബ്ദം വേങ്ങലടിയോടെ വിളിച്ചു പറഞ്ഞതായ ആ വ്യക്തി ഇപ്പോൾ പറയുന്ന കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഇത് കേൾക്കുന്ന ഏത് പരാജയപ്പെട്ട വ്യക്തിക്കും ജയത്തിൻ്റെ പാട്ടുപാടാം. സന്തോഷത്തിൻ്റെ ജയഘോഷം ആർപ്പോടെ ഉല്ലാസത്തോടെ സ്തുതിച്ചുകൊണ്ട് പാടാം. കാരണം എന്നറിയാമോ? അതിനൊരു മുഖാന്തരമുണ്ട്. എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം. നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. പൗലോസ്ലീഹയ്ക്ക് ഒരു കാര്യം വളരെ വ്യക്തമായിരുന്നു. എൻ്റെ ജീവിതത്തിൽ തികഞ്ഞ പരാജയത്തിൻ്റെ കാലഘട്ടങ്ങളുണ്ടായിരുന്നു. ആത്മീയത്തിൻ്റെ വേഷം ധരിച്ചുകൊണ്ട് സത്യസുവിശേഷത്തിനെതിരായി ഈ മാർഗക്കാരെ കൊല്ലാൻ വേണ്ടി ഓടിയതായ ശത്രുവിന് ഇടം കൊടുത്ത ഒരാത്മീയ പശ്ചാത്തലമാണ് എനിക്കുണ്ടായിരുന്നത്. അന്നെനിക്ക് പാപത്തിൻ്റെ മേൽ ജയമുണ്ടായിരുന്നില്ല. പ്രകടമായ പാപങ്ങളിലേക്കൊന്നും പോയില്ല, ശരിയാണ്. ദൈവത്തിന് സ്തോത്രം. നന്മയുടെ കണികയില്ല എന്ന് തിരിച്ചറിഞ്ഞു. എന്നാൽ ദമസ്കോസിൻ്റെ പടിവാതിക്കൽ വെച്ച് കർത്താവായ യേശുക്രിസ്തുവിന്റെ തേജസ് ഈ ദൈവത്തിൻ്റെ ശത്രുവായി ദൈവമക്കളെ കൊല്ലാൻ വേണ്ടി ഓടിയതായ പൈതലിനെ തട്ടി വീഴ്ത്തി. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 17-ാമത്തെ വാക്യം ആ അനുഭവത്തോട് ചേർന്ന് പിന്നീട് പൗലോസ്ലീഹ സാക്ഷിക്കുകയുണ്ടായി. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി, പഴയത് കഴിഞ്ഞുപോയി. അതിന് ദൈവം തന്നെ കാരണഭൂതൻ. എൻ്റെ മിടുക്കൊണ്ടല്ല. എൻ്റെ മിടുക്കം ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു. എൻ്റെ മിടുക്കം ദൈവമക്കളെ ജയിലിലടയ്ക്കാനും കൊല്ലാനും കൊല നിശ്വസിച്ചുകൊണ്ട് ഓടുന്നതിനുള്ളതായ കഴിവായിരുന്നു. അത് ദമസ്കോസിൻ്റെ പടിവാതിക്കൽ വെച്ച് ഞാൻ തറയിൽ വീണ് പഴയ മനുഷ്യൻ നിലത്ത് നിരാശയോടെ തകർന്ന് തരിപ്പണമായി കിടന്നു. ഒരു പുതിയ സൃഷ്ടിയായി ഞാൻ ഉയർത്തെഴുന്നേറ്റു. അതിന് ദൈവം തന്നെ കാരണഭൂതൻ. ദൈവത്തിന് സ്തോത്രം. പഴയത് കഴിഞ്ഞുപോയി. ദി ഓൾഡ് ഹാസ് ഗോൺ.
ഞാനൊരു പുതിയ സൃഷ്ടിയായി തീർന്നു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, അതാണ് ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്ന ഞാനല്ല, ക്രിസ്തുവിനിൽ ജീവിക്കുന്നു. നോട്ടാം ആയി. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അത്രയും ജീവിതത്തിൽ പ്രകടമായ ഒരു മാറ്റം വന്നു. ഒന്ന് തീർന്നു, ഒരു പുതിയ അധ്യായം തുടങ്ങി. അന്ന് മുതൽ ജീവിതത്തിൽ പ്രകടമായ ജയത്തിൻ്റെ ചില തെളിവുകൾ പൗലോസ്ലീഹയുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വിവിധ മേഖലകളിൽ പൗലോസ്ലീഹ ജയിച്ചു, ദൈവം മഹത്വമെടുത്ത രംഗങ്ങൾ നമുക്ക് കാണാം. ഗലാത്യർ 6-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം വായിച്ച്, ലോകത്തോടുള്ളതായ ബന്ധത്തിൽ പൗലോസ്ലീഹ എങ്ങനെ ജയിച്ചു? ലോകത്തോടുള്ള ബന്ധത്തിൽ ഗലാത്യർ 6:14. എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ശ്രദ്ധിച്ച് കേൾക്കണം നിങ്ങൾ. ദൈവത്തിന് സ്തോത്രം. ലോകത്തോടുള്ളതായ ബന്ധത്തിൽ ഒരു ജയപ്രഖ്യാപനമാണത്. സകല ലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. ലോകസ്നേഹം ദൈവത്തോടെ ശത്രുത്വമാകുന്നു. ദൈവത്തിന് സ്തോത്രം. ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് ദൈവത്തിന്റെ ദേശം വെട്ടിമിന്നി നിലം പരിചായി വീണിട്ട് ഒരു പുതിയ പൗലോസ്ലീഹ വിശുദ്ധനായി ഉയർത്തെഴുന്നേറ്റു. അത് പാപത്തിന്റെ മേലും ലോകത്തിന്റെ മേലുള്ള ജയമായിരുന്നു. ഇന്ന് വാസ്തവത്തിൽ ആത്മീയ ഗോളം തകർന്നു കിടക്കുന്നത് ലോകസ്നേഹത്തിലാണ്. ലോകത്തിന്റെ പ്രതാപം, അതിൻ്റെ പിന്നാലെയാണ് ജനം ഇന്ന്. അത് സമ്പത്തിന് വലിയൊരു സ്വാധീനമുണ്ട്. എന്നാൽ പൗലോസ്ലീഹ ജയിച്ചു. ലോകത്തുള്ള ബന്ധത്തിൽ ഞാൻ പാപത്തിനും ജഡത്തിനും ലോകത്തിനും മരിച്ചു. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഐ ആട്രിബ്യൂട്ട് നോ ക്രെഡിറ്റ് ടു ദ ലേബൽസ് അറ്റാച്ച്ഡ് ബൈ ദി വേൾഡ്. എനിക്ക് അവകാശവാദങ്ങൾ പലതും ലോകത്തിൽ തലപൊക്കി നിൽക്കുവാൻ തൊക്കണം പറയുവാനായിട്ടുണ്ട്. എബ്രാഹിം ജനിച്ച എബ്രാഹിനോ റോമ പൗരത്വത്തിൻ്റെ കാര്യത്തിലോ ഗമാലിയലിൻ്റെ പാഠപീഠത്തിൽ നിന്ന് പഠിച്ചതിൻ്റെ കാര്യത്തിലോ എല്ലാം സഭയിലെ നേതൃത്വത്തിൻ്റെ കാര്യത്തിലോ അവകാശപ്പെടാനായിട്ടുണ്ട്. അതെല്ലാം ഞാൻ ചപ്പ എന്ന് ചവറ എന്ന് എണ്ണി. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നിങ്ങൾ ലോകത്തിൻ്റെതായ സ്നേഹിതനാണോ? യു ആർ നമ്പർ 1 എനിമി ഓഫ് ഗോഡ്. നീ ലോകത്തിൻ്റെ സ്നേഹിതനാണോ? കാൽവറിയിലെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മണവാട്ടിയല്ല, വ്യഭിചാരിണിയാണ്. ഈ കേൾക്കുന്ന ദൈവമക്കളുടെ കാല് ഔട്ട് ഓഫ് സ്റ്റെപ്പ് വിത്ത് വേൾഡ്ലി സ്റ്റെപ്സ്. ലോകത്തിൻ്റെ കാലടികളുടെ പിന്നാലെ കാലടികൾ എടുത്തു വെച്ച് പ്രതാപത്തിൻ്റെയും പ്രൗഢിയുടെയും ലോകസുഖത്തിൻ്റെയും പിന്നാലെ പോയി നിത്യനരകത്തിൻ്റെ തീപ്പൊയ്യിൽ വെന്തെറിയാനായിട്ട് ഇടവരരുത്. ഇന്ന് തിരിഞ്ഞുകൊള്ളണം. പൗലോസ്ലീഹ ജയിച്ചു, ലോകത്തോടുള്ള ബന്ധത്തിൽ ജയിച്ചു. ദൈവത്തിന് രണ്ടാമത്തെ കാര്യം വായിച്ച് 2 കൊരിന്ത്യർ 6-ാം അധ്യായം 14 മുതൽ 17 വരെയുള്ളതായ കാര്യങ്ങൾ. 2 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 17 വരെ. നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ല പിണകൂടരുത്. നിങ്ങളുടെ ജീവിതത്തിൽ പഴയ മനുഷ്യൻ മരിച്ച് ഒരു പുതിയ സൃഷ്ടിയായി തീർന്നിരിക്കുന്നു. അത് ദൈവത്തിൻ്റെ കൃപയാലാണ്. നീ ഇപ്പോൾ ഒരു ക്രിസ്തു വിശ്വാസിയാണ്. ഇനി നീ സൂക്ഷിക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. അവിശ്വാസികളോട് ഇണയില്ല പിണകൂടരുത്. ഒരു നുകത്തിന് കീഴിൽ വെച്ച് അമ്മിക്കയർ കൊണ്ട് ബന്ധിക്കപ്പെട്ടവരായി ലോകസ്നേഹം ഉള്ളവരും ദൈവത്തെ മറക്കുന്നവരും പരിശുദ്ധാത്മാവിനെ വെറുക്കുന്നവരും പരിശുദ്ധാത്മാവിനെതിരായി പ്രവർത്തിക്കുന്നവരുമായിട്ട് ദൈവമക്കളെ ഇണചേർന്ന് പോകാനായിട്ട് ഇടവരരുത്. ദൈവത്തിന് സ്തോത്രം. തുടർന്ന് വായിച്ച്. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തോ ഒരു ചേർച്ച. വെളിച്ചത്തിന് ഇരുളോട് എന്തോ ഒരു കൂട്ടായ്മ. നിന്നിൽ ഇന്ന് കത്തുന്നത് കാൽവറിയിൽ കത്തിയ സ്നേഹത്തിന്റെ തീയാണ്. ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്ന മനുഷ്യരിൽ ആ ഒരു തീയില്ല, അത് ഇരുട്ടാണ്. ഇരുട്ടിനും വെളിച്ചതും തമ്മിൽ എന്താണ് ബന്ധം? ഹല്ലേലൂയ. അവിശ്വാസികളോടുള്ളതായ ബന്ധം അത് ഈ ദൈവമക്കൾ വളരെ കാത്തു സൂക്ഷിക്കേണ്ടതാണ്. ഈ കാലഘട്ടത്തിൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞു, ശാപം ലോകസ്നേഹമാണ്. രണ്ടാമത്തതായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വേർപാടില്ല. ഇന്ന് വേർപാടും വിശുദ്ധിയും അത് ദൈവമക്കളുടെ കൈമുതലായിരിക്കണം. അതുകൊണ്ട് മനുഷ്യനോട് മിണ്ടരുതെന്നല്ല പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ദൈവമക്കളെ വേർപാട് പാലിക്കേണ്ടത്. ഞാൻ ഒരു വിശ്വാസിയാണ്, അവിശ്വാസിയോടെ ഇണയില്ല പിണ കൂടാനിടരുത്. അയച്ച് 1 കൊരിന്ത്യർ 5:9 കൂടെ വായിച്ച്. 1 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ വിശ്വാസവും വിശുദ്ധിയും ചോർന്നു പോകും. ബേർഡ്സ് ഓഫ് ദി സെയിം ഫെദർ ഫ്ലോക്ക് ടുഗദർ. ദൈവമക്കളെ,
നമുക്ക് അവിശ്വാസികളോട് ചേർന്ന് പോകാനായിട്ട് സാധ്യമാകില്ല. വായിച്ചു. ദുർനടപ്പുകാരോട് സംസർഗമരുത്. ദുർനടപ്പുകാരോട് സംസർഗമരുത്. സ്നേഹത്തെക്കുറിച്ച് ഏറ്റവും മനോഹരമായി പ്രഖ്യാപിച്ച 1 കൊരിന്ത്യർ 13 എഴുതിയതായി ധന്യനായിരിക്കുന്ന പൗലോസ് പറയുന്നത്, ദൈവത്തിന് സ്തോത്രം, ദുർനടപ്പുകാരോട് സംസർഗമരുത്. അടുത്ത തുടർന്ന് വായിച്ചപ്പോൾ അതിൻ്റെ വിശദീകരണമുണ്ട്. അത് ഈ ലോകത്തിലെ ദുർനടപ്പുകാരോടോ, ഈ ലോകത്തിലെ ദുർനടപ്പുകാരോടോ, അത്യാഗ്രഹികളോടോ, പിടിച്ചുപറിക്കാരോടോ, വിഗ്രഹാരാധികളോട് അരുത് എന്നല്ലല്ലോ. അങ്ങനെയെങ്കിൽ നിങ്ങൾ ലോകം വിട്ട് പോകേണ്ടി വരും. എന്നാൽ സഹോദരൻ എന്ന് പേർപ്പെട്ട ഒരുവൻ സഹോദരൻ എന്ന് പേർപ്പെട്ട ഒരുത്തൻ, വിശ്വാസിയായിരിക്കുന്ന ഒരുത്തൻ, ദൈവത്തിൻ്റെ പരിശുദ്ധമായിരിക്കുന്ന വചനത്തെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെയും മറുതലിക്കുകയും അവിശ്വസിക്കുകയും ദൈവത്തിന് സ്തോത്രം എതിരായി നിൽക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവരോട് വേർപാട് പാലിക്കണം. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഇരുട്ടിനും വെളിച്ചത്തിനും തമ്മിൽ എന്തൊരു ചേർച്ച. ദൈവത്തിന് വേർപാടിൻ്റെ കാര്യത്തിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് എല്ലാവരെയും അവർ ചീത്തയാണ്, ഞങ്ങൾ നല്ലതാണ് എന്ന് പറഞ്ഞ് അകറ്റി നിർത്തേണ്ട കാര്യമല്ല നിങ്ങളോട് പറയുന്നത്. വളരെ പരിജ്ഞാനത്തോടെ ചെയ്യേണ്ട കാര്യമാണ്. അതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്നത് സ്നേഹമായിരിക്കണം. ഒന്ന്, അവിശ്വാസികളുടെ ബന്ധത്തിൽ, ആദ്യം പറഞ്ഞ് ലോകത്തുള്ളതായ ബന്ധത്തിൽ. ഇനി തുടർന്ന് എന്താണ്? അവിശ്വാസികളോട് ഇണയില്ലാ പെണ്ണ ചേരാതിരുന്നാൽ മാത്രം പോരാ, നിങ്ങൾ ചേരേണ്ടതായ രംഗമുണ്ട്. വായിച്ച് 2 കൊരിന്ത്യർ 12 15 വാക്യം. ഞാൻ അതിസന്തോഷത്തോടെ നിങ്ങളുടെ ജീവന് വേണ്ടി ചെലവിടുകയും ദൈവത്തിൻ്റെ സ്തോത്രം, കാൽവറിയിലെ കർത്താവായി യേശുക്രിസ്തു ക്രൂശിൽ ചൊരിഞ്ഞെന്നായ ആ ജീവനെ കുറിച്ച് നിങ്ങളോട് പറയുകയുണ്ടായി. നിങ്ങൾ അനേകർ ജീവന്റെ പുതുക്കത്തിൽ രക്ഷയുടെ സന്തോഷത്തിലേക്ക് വന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, ഇനി നിങ്ങളുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി ഞാൻ മരിക്കാൻ പോലും തയ്യാറാണ്. ബാക്കി ഒന്നുകൂടെ വായിക്കാം. ഞാൻ അതിസന്തോഷത്തോടെ നിങ്ങളുടെ ജീവന് വേണ്ടി ചെലവിടുകയും ചെലവായി പോവുകയും ചെയ്യും. ഞാൻ നിങ്ങളെ അധികമായി സ്നേഹിച്ചാൽ നിങ്ങൾ എന്നെ അല്പമായി സ്നേഹിക്കുന്നുവോ? അവിശ്വാസികളുടെ ഇടയില്ല പിണ കൂടുന്നു, അതേ സമയത്ത് വിശ്വാസികളെ ദൈവമക്കളെ ജീവന് തുല്യം സ്നേഹിക്കുന്നു. ജീവന് തുല്യം സ്നേഹിക്കുന്നു. അതിൻ്റെ വിശദാംശമാണ് പൗലോസ് പറയുന്നത്. 1 കൊരിന്ത്യർ 12:25. ഒരു ശരീരവും അവയവവും പോലെയാണ് വിശ്വാസികളുടെ കൂട്ടം. വായിച്ചു. ശരീരത്തിൽ ഭിന്നത വരാതെ അവയവങ്ങൾ അന്യോന്യം ഒരുപോലെ കരുതേണ്ടതിനായി ആ അവയവങ്ങളെല്ലാം അന്യോന്യം ഒരുപോലെ കരുതിക്കൊള്ളണം. തലയാകുന്ന കർത്താവായ യേശുക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്ന അവയവങ്ങളാണ് വിശ്വാസി സമൂഹം. അതിൽ വലുതുണ്ട്, ചെറുതുണ്ട്, ആന്തരികമായിട്ടുള്ളത്, ബാഹ്യമായിട്ടുള്ളതുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഒന്നൊന്നിനേക്കാൾ വലുതല്ല, ഒന്നൊന്നിനേക്കാൾ ചെറുതുമല്ല. ഒന്നിന് പ്രത്യേക മാന്യവും വിലയൊന്നുമില്ല. ഒന്നിനെയും വില കുറഞ്ഞതായിട്ട് തള്ളരുത്. സ്നേഹത്തിൻ്റെതായ ആ വലിയ ഒരു രക്തബന്ധം കൂട്ടായ്മയിലെ ദൈവമക്കൾ തമ്മിൽ ഉണ്ടായിരിക്കണം. ദൈവത്തിൻ്റെ മഹത്വം. ദൈവമക്കളെ, എൻ്റെ ഈ ഒരു കൈക്ക് ഒരു മുറിവ് പറ്റി വേദന വന്നു, അത് സാരമില്ല എന്ന് മറ്റേ കൈക്ക് വെക്കാൻ വെക്കുമോ? ആ കൈയും കൂടി വേദന അനുഭവിക്കുകയാണ്. സഹവിശ്വാസികളുടെ വേദന സ്വന്തം വേദനയാണ്. സഹവിശ്വാസികൾ പിന്മാറിപ്പോകുന്നത് ഹൃദയത്തിൽ വലിയ വേദന ഉളവാക്കുന്നതാണ്. അവിശ്വാസികളോടെ ഇണയില്ലാ പിണ കൂടി അകന്നു നിൽക്കുന്ന ദൈവമക്കൾ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കണം. വിശ്വാസികളായി ഒറ്റക്കെട്ടായിരിക്കണം. ഭിന്നത പാടില്ല. ഒരു ശരീരവും അതിൻ്റെ അവയവങ്ങളും പോലെ സ്നേഹച്ചങ്ങലയിൽ കോർത്തിണക്കപ്പെട്ടവരായിരിക്കണം. മൂന്നാമത്തെ കാര്യം എന്താണ്? റോമർ 6 വാക്യം. ദൈവത്തിൻ്റെ സ്തോത്രം. പാപത്തോടുള്ള ബന്ധത്തിൽ പൗലോസ്ലീഹ വിജയം പ്രാപിച്ച കാര്യം വളരെ വ്യക്തമായി ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. 6:11. ആകയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിന്റെ മോഹങ്ങളെ അനുസരിക്കുമാർ ഇനി വാഴരുത്. പാപം നിങ്ങളുടെ ശരീരത്തിൽ ഇനി വാഴരുത്. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത്. 14 വാക്യം വായിച്ച്. ഔവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവീൻ. കേട്ടോ, നിങ്ങളെല്ലാവരും ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് പഴയ മനുഷ്യൻ മരിച്ച് ജീവന്റെ പുതുക്കത്തിൽ ജയജീവിതം നയിക്കുന്ന പൗലോസ്ലീഹയ്ക്ക് വളരെ വ്യക്തമായി ഒരു കാര്യം പാപത്തോടുള്ള ബന്ധത്തിൽ അവകാശത്തോടെ പറയുവാനായിട്ട് എന്താണ്? എന്നെ സംബന്ധിച്ചിടത്തോളം ഐ ആം ഡെഡ് അൺ ടു സിൻ ആൻഡ് അലൈവ് അൺ ടു ജീസസ്. പാപസംബന്ധമായി മരിച്ചു, എന്നെ കിട്ടുകയില്ല. ഒരു സമയത്ത് മദ്യം ഇഷ്ടമായിരുന്നു, ഇപ്പോൾ ആ മദ്യത്തിന് എൻ്റെ മേലൊരു സ്വാധീനവുമില്ല. അശുദ്ധിയുടെ മറ്റു ഊറ്റി കുടിച്ചുകൊണ്ട് നടന്നു, എനിക്കിപ്പോൾ അത് വിഷം പോലെയാണ്. ലോകത്തിൻ്റെ പ്രൗഢിയും പ്രതാപവും എല്ലാം എനിക്ക് വലിയ പ്രമോദമായിരുന്നു, ഇപ്പോൾ അത് കാണുമ്പോൾ എനിക്ക് അറപ്പും വെറുപ്പുമാണ്.
എനിക്ക് വലിയ സ്ഥാനമോഹവും പദവിയും ദൈവത്തിൻ്റെ സ്തോത്രം അംഗീകാര കൊതിയുമെല്ലാം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതെൻ്റെ ജീവിതത്തിൽ വരുമ്പോൾ ദൈവത്തിൻ്റെ സ്തോത്രം ഞാൻ മുറിവേറ്റതുപോലെയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം രാവും പകലും പോലെ ഒരു മാറ്റം. കാരണം എന്നാ അറിയാമോ? ഐ റെക്കൺ മൈസെൽഫ് വിത്ത് ഓൾ മാത്തമാറ്റിക്കൽ ആക്യുറസി ദാറ്റ് ഐ ആം ഡെഡ് അൺടു സിൻ ആൻഡ് അലൈവ് അൺടു ജീസസ്. ഹല്ലേലൂയ. ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. ക്രിസ്തു പാപത്തെ വെറുക്കുന്നു, ഞാനും പാപത്തെ വെറുക്കുന്നു. ആത്മാവ് വെളിച്ചമാണ്, ആ വെളിച്ചം ഇരുട്ടിനെ വെറുക്കുന്നു, ഞാനും ഇരുട്ടിനെ വെറുക്കുന്നു. നന്ദിയോടെ സ്തോത്രം. ഞാൻ ലോകത്തിൻ്റെ വിശാലമായിരിക്കുന്ന വലിയ കൂട്ടം ആളുകളുടെ കൂട്ടത്തിലല്ല, ഇടുക്കവും ഞെരുക്കവുമുള്ളതായ വിശുദ്ധിയുടെ പാതയിൽ വിശുദ്ധന്മാരുടെ നിരയിൽ കൂടിയാണ് യാത്ര. എന്ത് വലിയ മാറ്റം! നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. പൗലോസ് റോമർക്ക് എഴുതുമ്പോൾ പറയും, പാപം ചെയ്തുകൊണ്ടിരിക്കുകയെന്നോ? അബ്സല്യൂട്ട്ലി നോട്ട്. ഒരു നാളും അരുത്. ദൈവമക്കളെ, നമ്മളുടെ ഈ കൂട്ടം വിശുദ്ധരായിരിക്കണം, പാപത്തിന് മരിച്ചവരായിരിക്കണം. ഒറ്റ ദിവസം കൊണ്ടെല്ലാം നടക്കുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഞാൻ കൈകൂപ്പിക്കൊണ്ട് വിനയത്തോടെ കാൽപാദം മുത്തിക്കൊണ്ട് പറയട്ടെ, ജയജീവിതം തരുന്നൊരു യേശുവുണ്ട്. തോറ്റു തുന്നം പാടി നടന്ന രംഗത്ത് അല്പമെല്ലാം ജയിച്ച് ജയത്തിൻ്റെ പാട്ട് പാടിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കൃപ തരുന്നൊരു യേശുവുണ്ട്. കൃപയാൽ. എബ്രായർ 12:4 കൂടെ വായിക്കാമോ? പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. തീരുമാനിക്കാവും നിങ്ങൾക്ക്. പാപം ചെയ്യുന്നതിനേക്കാൾ നല്ലത് മരിക്കുകയാണ്. പാപം ചെയ്യുന്നതിനേക്കാൾ നല്ലത് മരിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ തീരുമാനമുള്ള ഒരു കൂട്ടം ആളുകൾ നമ്മുടെ കൂട്ടായ്മയിൽ ജ്വലിച്ച് പ്രകാശിച്ച് നിന്നാൽ ഒരു അന്ധകാര ശക്തിക്കും ഇതിനെ ഇളക്കാൻ സാധ്യമല്ല. ഒന്നും പേടിക്കണ്ട നിങ്ങൾ. ദൈവത്തിന് സ്തോത്രം. സാത്താൻ നമ്മെ നോക്കി പറയണം, ആ കൂട്ടായ്മയിൽ പോകുന്ന ദൈവമക്കളുടെ അടുക്കലേക്ക് ഈ പാപവുമായിട്ട് അങ്ങ് പോയിട്ട് കാര്യമില്ല. അവർ രക്തത്തിൽ അഭിഷേകം ചെയ്യപ്പെട്ടവരാണ്. അവർ പാപത്തോട് നോ പറഞ്ഞവരാണ്. മരിക്കേണ്ടി വന്നാലും പാപത്തിലേക്കില്ല എന്ന് തീരുമാനിച്ചവരാണ്. ദൈവത്തിന് സ്തോത്രം. അവർ ജയാളികളാണ്. അവരുടെ ഓട്ടം സ്വർഗത്തിൽ ചെന്നേ അവസാനിക്കുകയുള്ളൂ. നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. കാരണം എന്നറിയാമോ? പാപത്തെക്കാൾ ശക്തിയുള്ളതായിരിക്കുന്ന ഒരു ശക്തി ജയാളിയായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അകത്തുണ്ട്. ദ റിസൺ ക്രൈസ്റ്റ് ഇൻഡ്വെൽസ് ഇൻ മീ. ഞാൻ ദൈവത്തിൻ്റെ മന്ദിരമാണ്. എന്നെ ജയത്തോടെ നടത്താൻ എൻ്റെ കർത്താവായ യേശുക്രിസ്തു ഉണ്ട്. ജയാളി എന്നുള്ള പാട്ട് പാടുന്ന ദൈവമക്കളായിരിക്കണം. നന്ദിയോടെ സ്തോത്രം. പാപത്തോടുള്ള ബന്ധത്തിൽ പാപസംബന്ധമായി മരിച്ചവർ. അടുത്ത വാക്യം വായിച്ച് 1 കൊരിന്ത്യർ 9:16-17 വാക്യങ്ങൾ. അപ്രകാരം ജയത്തിൻ്റെ പാട്ട് പാടിക്കൊണ്ട് നടക്കുന്ന ദൈവമക്കൾ കൊള്ളാം. സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അടങ്ങി ഒതുങ്ങി ജീവിച്ചാൽ പോരാ. നിങ്ങൾ എന്ത് ചെയ്യണം? 1 കൊരിന്ത്യർ 9:16-17 വായിച്ച്. ഞാൻ സുവിശേഷം അറിയിക്കുന്നുവെങ്കിൽ എനിക്ക് പ്രശംസിക്കാൻ ഒന്നുമില്ല. നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു. എന്റെ അകത്ത് എന്നെ പ്രേരിപ്പിക്കുന്ന ഒരു നിർബന്ധമുണ്ട്. ദൈവസ്നേഹം എന്നെ നിർബന്ധിക്കുന്ന എന്തിനാണ്? ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. അകത്ത് ഈ സുവിശേഷത്തിന്റെ അഗ്നി ആളി കത്തുന്നുവെങ്കിൽ, കാൽവറിയിലെ തീ കത്തി ജ്വലിച്ച് പ്രകാശിക്കുന്നുവെങ്കിൽ, നരകത്തിലേക്ക് പോകുന്ന ആളുകളെ കാണുമ്പോൾ അന്തരംഗം വേദനിച്ച് പൊടയും. അവരെയും കൂടി സത്യത്തിൻ്റെ മാർഗത്തിലേക്ക് കൊണ്ടുവരണമല്ലോ. ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല അല്ലെങ്കിൽ അയ്യോ കഷ്ടം. ദൈവസ്നേഹം എന്നെ നിർബന്ധിക്കുകയാണ്. ദൈവങ്ങളോട് ഞാൻ വളരെ വിനയത്തോട് ചോദിക്കട്ടെ, അല്പം വേദനയോടും കൂടെ ചോദിക്കട്ടെ. നിങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ടവരെല്ലാം നിത്യനരകത്തിൻ്റെ തീപ്പൊയ്കയിൽ വെന്തെരിഞ്ഞ് നരകയാതന അനുഭവിക്കുന്നത് നീ സ്വർഗത്തിലിരുന്ന് കാണാൻ ഇടവരുമോ? സ്വസ്ഥമായിട്ടിരുന്നാൽ മതിയോ? കാലുകൾ ഇളച്ചിരിക്കേണ്ട സമയമാണോ? ദൈവത്തിന് സ്തോത്രം. പണമെല്ലാം ശേഖരിച്ച് ബാങ്ക് ബാലൻസ് വർദ്ധിപ്പിക്കുകയാണോ? സുവിശേഷത്തിന് വേണ്ടി ചെലവിടുകയാണോ വേണ്ടത്? നന്മ സുവിശേഷിക്കുന്നവരുടെ കാലല്ലേ സ്വർഗരാജ്യത്തിൻ്റെ മണവറയിൽ സന്തോഷത്തിന് പളുങ്ങുന്നത് കേട്ട് തുള്ളിച്ചാടുകയുള്ളൂ. പാപിയെ മാനസാന്തത്തിലേക്ക് നയിക്കുന്നതിനല്ലേ ആകാശമണ്ഡലത്തിൽ നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കുകയുള്ളൂ. ഈ വചനം കേൾക്കുന്ന എത്ര ദൈവമക്കൾ സുവിശേഷത്തിന് വേണ്ടി നിങ്ങളെ തന്നെ വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നുണ്ട്? തന്നാൽ ആവത് കർത്താവിനും ക്രൂശിൻ്റെ വചനത്തിനും സുവിശേഷത്തിനും വേണ്ടി ചെയ്യുമെന്ന് തീരുമാനിക്കുന്ന ആരെല്ലാമുണ്ട്? നന്ദിയോടെ സ്തോത്രം. സുവിശേഷ വേലയുള്ളതായിരിക്കുന്ന ബന്ധത്തിൽ ഞാൻ അല്പം കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയട്ടെ, ഞാനും കുറ്റക്കാരാണ് സംഭവിച്ചുകൊണ്ട് പറയട്ടെ, ഇന്നുള്ള തീഷ്ണത പോരാ. നരകത്തിലേക്ക് പോകുന്നവരെ തേടി പോകുന്ന കാലുകൾ നിങ്ങൾക്കുണ്ടാകണം. നാശത്തിലേക്ക് പോകുന്നവരെ
സുവിശേഷത്തിൻ്റെ വചനം കൊടുത്ത് തിരികെ കൊണ്ടുവരുന്നതായ തുറക്കപ്പെട്ട അധരങ്ങൾ നിങ്ങൾക്കുണ്ടായിരിക്കണം. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ദൈവമക്കളെ, സുവിശേഷ ഘോഷണവുമായിട്ടുള്ള ഈ ബന്ധത്തിൽ അതിനൊരു പ്രധാനപ്പെട്ട മുഖാന്തരമാണ് മറ്റൊരു ബന്ധം എനിക്ക് പറയുവാനുണ്ട്. എബ്രായർക്ക് ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 24-25 വാക്യങ്ങൾ. നിങ്ങൾ രക്ഷയുടെ സന്തോഷത്തിലേക്ക് വരണം, അനേകരെ നാശത്തിൻ്റെ കുഴിയിൽ നിന്ന് പിടിച്ച് കയറ്റി രക്ഷിക്കുവാൻ കർത്താവിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ പ്രയോജനപ്പെടണം. അനേകരെ സുവിശേഷത്തിലേക്ക്, സത്യവചനത്തിലേക്ക് നിങ്ങൾ ഓടി തേടി ആത്മാക്കളെ നേടിക്കൊണ്ടുവരണം. അങ്ങനെയുള്ള ദൈവമക്കൾ നിലനിന്ന് പോകണമെങ്കിൽ എന്ത് വേണം? എബ്രായർ 10:24-25. ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യണം? സ്നേഹത്തിനും സൽപ്രവൃത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിപ്പാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുക. വായിച്ചു. നാൾ സമീപിക്കുന്നുവെന്ന് കാണുന്തോറും അത് അധികമായി ചെയ്യേണ്ടതാകുന്നു. കൂടിവരവുകൾ, സഭായോഗങ്ങൾ, കൂട്ടായ്മകൾ ഒരിക്കലും മുടക്കരുത്. കാടും മലയും തേടി ആത്മാക്കളെ നേടിയെടുത്തായി ദൈവമക്കൾക്ക് തന്നെത്താൻ വളരാൻ സാധ്യമായില്ല. ഒരു വിശ്വാസി ഒരിക്കലും ഒരു ഏക ഘടകമല്ല. ഒരു സത്യ കൂട്ടായ്മ ദൈവം ഇതിൻ്റെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും നിലനിൽപ്പിനും ആവശ്യമാണ്. സത്യവചനം ശരിയായി പഠിപ്പിക്കുന്ന രംഗം. ഞാൻ വളരെ വിനയത്തോടെ കാൽവറിയിലെ കർത്താവിന് മഹത്വം കൊടുത്തുകൊണ്ട് പറയട്ടെ, അത് മാത്രമാണ് ഞങ്ങൾ ഘോഷിക്കുന്നത്. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഞങ്ങളുടെ പ്രസംഗ വിഷയവും പ്രശംസാ വിഷയവും കാൽവറിയിൽ രക്തമാർന്നൊലിച്ച് കിടക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശാണ്. നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം. ആ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി, വേറെ ഒന്നും പ്രസംഗിക്കാത്തവനായി തീരണമെന്നാണ് അടിയൻ്റെയും ആഗ്രഹം. നിങ്ങൾ പ്രാർത്ഥിച്ച് കൃപയിൽ എന്നെ കാക്കാൻ വേണ്ടി നിങ്ങൾ അപേക്ഷിക്കണം. നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം. കൂട്ടായ്മ മുടക്കരുത്. അനേകം ആളുകളെ സത്യം തീ പിടിപ്പിക്കുന്ന രംഗത്തേക്ക് നിങ്ങൾ കൂട്ടിക്കൊണ്ടുവരണം. അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഒരാളെയും കൂടി കൂട്ടിക്കൊണ്ട് നിങ്ങൾ വരാവുള്ളൂ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മഹത്വം, കർത്താവിന് സ്തോത്രം. ദൈവമക്കളെ, അങ്ങനെ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ കൂട്ടായ്മ ആചരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ആളിക്കത്തേണ്ടതായ ഒരു രംഗമുണ്ട്. ഏതാണത്? 1 കൊരിന്ത്യർ 14-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം. സ്നേഹമാചരിപ്പാൻ ഉത്സാഹിപ്പീൻ. സ്നേഹമാചരിപ്പാൻ ഉത്സാഹിപ്പീൻ. കൂടി വരുന്ന ദൈവമക്കൾ തമ്മിൽ ആ സ്നേഹത്തിൻ്റെ ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവരായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. സ്നേഹമാണ് ഏറ്റവും വലിയ ശക്തി. സ്നേഹമാണ് ഏറ്റവും വലിയ ആരാധന. സ്നേഹമാണ് ഞാൻ ദൈവത്തിന് സ്തോത്രം എനിക്ക് ഏറ്റവും ഉയർത്തി പറയാനായിട്ടുള്ളത്. പാവപ്പെട്ട അടിയനോട് സാറിന് വേദപുസ്തകം ഒരൊറ്റ വാക്യത്തിൽ എന്താണ് എന്ന് പറയാമോ, ഒറ്റ വാക്കിൽ പറയാമെന്ന് ചോദിച്ചാൽ ഞാൻ നിസ്സംശയം പറയും, സ്നേഹം. സ്നേഹം അത് കത്തി ജ്വലിച്ച് നിൽക്കുന്ന രംഗമല്ലേ കാൽവറി. പിതാവാൻ ദൈവം സ്നേഹം പ്രകടമാക്കി എങ്ങനെ തൻ്റെ മാറോട് ചാരിയിരുന്ന ഏകജാതനെ കാൽവറിയിൽ മരിക്കാൻ വേണ്ടി വിട്ടു തന്നു. ഏകജാതനെ തന്ന് സ്നേഹം കാണിച്ചു. ഏകജാതൻ എങ്ങനെ സ്നേഹം കാണിച്ചു? ജീവരക്തം ഊട്ടി തന്ന സ്നേഹം പ്രകടമാക്കി. തൃത്വത്തിൽ മൂന്നാമനായിരിക്കുന്ന പരിശുദ്ധാത്മാവ് ഈ സത്യവചനം നമുക്ക് ശരിയായി പറഞ്ഞു തന്ന് വഴി നടത്തുന്നു. സ്വർഗീയ തൃത്വം സ്നേഹമാണ്. ഹല്ലേലൂയ. സ്നേഹമാണ് സ്വർഗരാജ്യം. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ വീട് ഒരു സ്നേഹത്തിൻ്റെ സർവകലാശാലയായി മാറട്ടെ. നിങ്ങളുടെ കൂട്ടായ്മ സ്നേഹത്തിൻ്റെ ഒരു ഒഴുക്കുള്ള നദിയായി മാറട്ടെ. ഈ സ്നേഹനദിയിലേക്ക് അനേകർ വന്ന് മുങ്ങി കുളിക്കട്ടെ. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. ദൈവമക്കളെ, പൗലോസ്ലീഹ അതിനെക്കുറിച്ച് വ്യക്തമായി എഴുതിയതിന് ശേഷം 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൽ സ്നേഹത്തിൻ്റെ അധ്യായമാണല്ലോ. പക്ഷെ 1 കൊരിന്ത്യർ 16-ാം അധ്യായം അവസാനത്തിലേക്ക് വരുമ്പോൾ പറയും, സ്നേഹിക്കാത്തവൻ ശപിക്കപ്പെട്ടവൻ. യേശുക്രിസ്തുവിനെ സ്നേഹിക്കാത്തവൻ ശപിക്കപ്പെട്ടവൻ. നമ്മുടെ ദൈവത്തിന് സ്നേഹമുണ്ടെന്നല്ല വചനം. ഗോഡ് ഹാസ് ലവ് എന്നല്ല, ഗോഡ് ഈസ് ലവ്. ഹല്ലേലൂയ. അങ്ങനെ ദൈവം സ്നേഹമാണെങ്കിൽ, കർത്താവ് സ്നേഹമാണെങ്കിൽ, ദൈവമക്കളെ എങ്ങനെ വഴക്കാളികളോ, അകൽച്ചയും ഭിന്നതയോ, കുറ്റം പറയുന്നവരോ, മറ്റുള്ളവരെ നിരൂപണം നടത്തുന്നവരോ? നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം. നന്ദിയോടെ സ്തോത്രം. ദൈവമക്കളെ, ഈ സ്നേഹത്താൽ നിറഞ്ഞു കഴിയുമ്പോൾ എനിക്കൊരു കാര്യം കൂടി, ഒരു ഭാവി പ്രത്യാശയുടെ കാര്യത്തിൽ ജയജീവിതമാണ് നിങ്ങളെക്കുറിച്ച് പറയുന്ന പൗലോസ്ലീഹായുടെ വിജയത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്? തീത്തോസിന് എഴുതിയ 2-ാം അധ്യായം 12-13 വാക്യങ്ങൾ വായിച്ച്. നാം ഭാഗ്യകരമായ പ്രത്യാശ. ദൈവത്തിൻ്റെ മഹത്വം, കർത്താവിന് സ്തോത്രം. പൗലോസ്ലീഹായുടെ ജീവിതത്തിൽ ഭാഗ്യകരമായ ഒരു പ്രത്യാശ ഉണ്ടായിരുന്നു.
ഈ കൂടാരമായ ഭവഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്തൊരു നിത്യഭവനം സ്വർഗത്തിൽ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ വാക്ക് അതേപടി വിശ്വസിക്കുകയും വിഴുങ്ങുകയും ചെയ്തൊരു വ്യക്തി. ഞാൻ പോകും, ഞാൻ ഒരുക്കും, ഞാൻ മടങ്ങി വരും, ഞാൻ നിങ്ങളെ ചേർക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, തീമോഥെയോസിന് 2-ാമത്തെ ലേഖനം എഴുതുമ്പോൾ അതിൻ്റെ 4-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നന്ദിയോടെ സ്തോത്രം. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. അത് പറഞ്ഞവിടെ നിർത്തിയില്ല, നമ്മളോട് വ്യക്തമായി പറയുകയാണ്. അത് കർത്താവ് എനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വച്ച ഏവർക്കും കൂടെ. നന്ദിയോടെ സ്തോത്രം. ദൈവമക്കളെ, കർത്താവ് തൻ ഗംഭീരനാഥത്തോടും പ്രധാനത്തോടും ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടി മധ്യാകാശത്തിൽ എഴുന്നള്ളും. ദൈവത്തിൻ്റെ സ്തോത്രം. നമ്മളെല്ലാവരും പറന്നു വീരണ്ടേ? നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. മധ്യാകാശത്തിലെ മണിപ്പന്തൽ ഒരുങ്ങി തീരാറായി. എൻ്റെ പ്രാണപ്രിയനായ മണവാളൻ വരാറായി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഞാനവൻ്റെ മണവാട്ടിയാണ്. വിവാഹ നിശ്ചയം കഴിഞ്ഞതാണ്. അവൻ്റെ വരവിന് വേണ്ടി ഞാൻ നോക്കി പാർക്കുകയാണ്. ഹല്ലേലൂയ. പറന്നു വരാൻ തോന്നണില്ലേ? നന്ദിയോടെ സ്തോത്രം. എല്ലാം അങ്ങ് വിടണ്ടേ? വിശുദ്ധിയെ തികക്കണ്ടേ? പ്രത്യാശയിൽ നമുക്ക് നിറയണ്ടേ? നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രത്യാശയുടെ തീ നമ്മൾ ആളി കത്തട്ടെ. ഹല്ലേലൂയ. ഒരു കാന്തശക്തി നിങ്ങളെ ആകർഷിക്കുന്നില്ലേ? അരുമനാഥനുമായി നിങ്ങൾക്കൊരു സ്നേഹത്തിൻ്റെ ബന്ധം കിട്ടിയില്ലേ? ഈ പൊന്നു കർത്താവ് ഈ സഭയെ ചേർക്കാനായിട്ട് വരും. ഹല്ലേലൂയ. മണവാട്ടി തന്നെ ഒരുക്കണം കേട്ടോ. ഹല്ലേലൂയ. വാഴ്ത്തപ്പെട്ട ദൈവമേ, കരുണ നിറഞ്ഞ കർത്താവ്, നിന്റെ തേജസ്സേറിയ പ്രത്യാശയുടെ ദൂതനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ജയാളികളായി പാട്ടുപാടിക്കൊണ്ട് പാപത്തിൻ്റെ മേലും ലോകത്തിൻ്റെ മേലും ജഡത്തിൻ്റെ മേലും സാത്താൻ്റെ മേലും ജയം പ്രഖ്യാപിച്ചുകൊണ്ട് ജയാളികളായി മുന്നോട്ട് പോയി നിത്യത സ്വർഗത്തിൽ കഴിക്കാൻ തക്കവണ്ണം ഞങ്ങൾക്ക് എല്ലാവർക്കും കൃപ ഒന്ന് സഹായിക്കണമെന്ന് യേശു കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമല്ലുമാറാകണമേ. ആമീൻ, ആമീൻ.